ഒരു രസകരമായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഒരു കുട്ടി ചോദിച്ചാണ്, ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മറ്റേതൊക്കെ ജോലികളാണ്? ഡോക്ടറും എഞ്ചിനീയർ ആയാൽ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന യാതൊരു ഉറപ്പുമില്ല. ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾസും എനിക്ക് തന്നെ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് കുട്ടികൾ വന്ന് അവർക്ക് എയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഞാൻ ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായത് അവർ കൊമേഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് CBSEയിൽ പഠിച്ച ആളുകൾക്ക് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് ലോകത്തുള്ള 90% ആളുകളും അവരെടുത്ത ഡിഗ്രിക്ക് അനുസരിച്ചുള്ള പ്രോഗ്രാംസിലല്ല വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. 10ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. 10ാം ക്ലാസ് എന്നുള്ളത് ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എന്നുള്ളതാണ് പല രക്ഷിതാക്കളും മക്കളോട് പറയാനുള്ളത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് വളരെ പ്രശ്നമാണ്. 10ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. എൻ്റെ കൂടെ 2 കരിയർ ഗൈഡുമാരാണ് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന 2 മുഖങ്ങളാണ്. മുഹമ്മദ് അജ്മൽ സർ, അതുപോലെ തന്നെ ഷഫീർ സർ. രണ്ടുപേരും IIT മദ്രാസ് ഗ്രാജുവേറ്റ്സ് ആണ്. അജ്മൽ സർ എക്സാം വൈ ലേണിംഗിന്റെ co-founder ആൻഡ് CEO ആണ്. ഷഫീർ സർ എക്സാം വൈ ലേണിംഗിൽ തന്നെ JEE ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന JEE ഡിപ്പാർട്ട്മെന്റ് CEO ആണ്. സോ നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ പലരും രക്ഷിതാക്കളൊക്കെ അയച്ചു തന്നിട്ടുള്ള 10ാം ക്ലാസ്സുകാർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന നിലയ്ക്കാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 50ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 50 ചോദ്യങ്ങൾ ക്ഷണപടേനെ ഉത്തരങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ നിർബന്ധമായിട്ടും കേൾക്കേണ്ട വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പാരൻസിലേക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യമാണ് അജ്മൽ സാറിനോടാണ് ചോദ്യം. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രീമുകളുണ്ട്. ഇത് ഓരോ സ്ട്രീമുകളും ആര് തിരഞ്ഞെടുക്കണം? അല്ലെങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടത്? എന്ത് അടിസ്ഥാനത്തിലാണ് ബേസിക്കലി ഒരു സ്ട്രീം സെലക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ സയൻസ് പൊതുവെ നമ്മുടെ നാട്ടിൽ നല്ല മാർക്കുള്ളവർ സയൻസ് എടുക്കുക. അതേപോലെ തന്നെ ചില കരിയർ ബയസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ സിവിൽ സർവീസിന് പോകണമെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ എടുക്കാറുള്ളത്. അപ്പോൾ പ്രൈമറിലി നോക്കേണ്ടത് നമ്മൾ 10th വരെ പഠിച്ചതിൻ്റെ ഒരു അനാലിസിസിൽ നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ സാധിക്കുക, ഈ കാര്യമാണ് നമ്മൾ പ്രൈമറിലി നോക്കേണ്ടത്. അതിൽ സയൻസ് സ്ട്രീം എടുക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഓപ്പൺ ആണ്. നമുക്ക് ഈവൺ ഒരു കൊമേഴ്സ് റിലേറ്റഡ് പ്രോഗ്രാമിലോട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് പ്രോഗ്രാമിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും സയൻസ് എടുത്താൽ പറ്റും. മറ്റ് സ്ട്രീംസിൽ ആ ഒരു ലക്ഷ്വറി ഇല്ല. കൊമേഴ്സ് എടുത്ത് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ പിന്നെ തിരിച്ചു വരാനൊരു ലക്ഷ്വറി ഇല്ല. അപ്പം ഞാൻ ജനറലി സജസ്റ്റ് ചെയ്യുക, ഒരാൾ സയൻസിലും മാത്സിലും ഒരാൾ മിടുക്കനാണ് എന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് ഒരു മാത്സും സയൻസും ഒരു നിലക്കും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ നെക്സ്റ്റ് എടുക്കേണ്ട സബ്ജക്ട്സ് ആണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും. ഇതിൽ തന്നെ ഒരു മാത്സ് തീരെ അറിയാത്ത ആളുകൾ അവർ കൊമേഴ്സ് എടുത്താലും ബുദ്ധിമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി കൊമേഴ്സിൻ്റെ നെക്സ്റ്റ് ലെവൽ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു +1 +2 സയൻസ് ലെവലിലുള്ള മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൾക്ക് വേണം എന്നുള്ളതാണ്. തീരെ മാത്തമാറ്റിക്സ് വഴങ്ങാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹ്യൂമാനിറ്റീസ് പോലത്തെ ഒരു ഫീൽഡ് എടുക്കുന്നതാണ് നല്ലത്. ഇതാണ് വളരെ ജനറലി പറയാനുള്ളത്. ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും തോറും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ 10ാം ക്ലാസ് വരെ ഒരു സേഫ് പോയിന്റിലായിരുന്നു. ഇനി +1 പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുന്നു, ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുകയാണ്. +1ഉം 10ാം ക്ലാസ്സിലെ പോലെ തന്നെ തലേ പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരുണ്ട്. +1ന്റെ പാഠഭാഗം കുറച്ചുകൂടെ കട്ടി കൂടിയതാണോ? എങ്ങനെയാണ് ഒരു പഠന രംഗത്ത് പാരൻസ്, രക്ഷിതാക്കൾക്ക് കുട്ടികൾ ഗൈഡൻസ് കൊടുക്കുന്നത്? പഠിക്കുന്നൊരു സ്റ്റൈല് തന്നെ ആക്ച്വലി ഒരുപാട് ഡിഫറെൻ്റ് ആണ്. പ്രധാനപ്പെട്ട കാരണം ഈ സബ്ജക്റ്റുകളിൽ നമ്മൾ വളരെ ഡെപ്തിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ തലേ ദിവസം ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് ലൈവ് കണ്ടതുപോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, +1 ചെയ്യാൻ കഴിയില്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ കറണ്ട് +1 ആൻഡ് +2 ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒക്കെ സ്റ്റാൻഡേർഡ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ റെഡി ആയിരിക്കണം. 10ാം ക്ലാസ്സിലുള്ളതിൻ്റെ ഒരു 5 ഇരട്ടി വലുപ്പത്തിലുള്ള സബ്ജക്റ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ +1 കാത്തിരിക്കുന്നത്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലേണിംഗ് സ്റ്റൈൽ മാറ്റണം. അതുപോലെ തന്നെ എക്സാമിനെയൊക്കെ വേറെ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അപ്രോച്ച് ചെയ്യണം. മറ്റൊരു ചോദ്യം ഉള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞ് പലരും പണ്ടൊക്കെ പോളിടെക്നിക് അല്ലെങ്കിൽ ITI പോലെയുള്ള ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പോളിടെക്നിക്കിലൊക്കെ പോയി 2 വർഷം കഴിഞ്ഞ് പിന്നെ ലേറ്റർ എൻട്രി വഴിയൊക്കെ എഞ്ചിനീയറിംഗ് പ്രവേശിക്കുന്ന അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അതായത് ഈ പറഞ്ഞതുപോലെ പ്രോബ്ലി ചില ആളുകളുണ്ടാവും ഒരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസിലോട്ട് ഡീപ്ലി പോകാനുള്ള ഒരു നോളജ് ചിലപ്പോൾ അവർക്ക് കുറവായിരിക്കും, അതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് നല്ല ഹാൻഡ്സ് ഓൺ സ്കിൽസ് ഉണ്ടാവും. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം മെക്കാനിക്കൽ വർക്ക് ചെയ്യുക, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോളി, ഡിപ്ലോമ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ മേ ബി
ഒരു വിഭാഗം ആൾക്കാർക്ക് ഗ്രോത്ത് എന്നുള്ളത് പലപ്പോഴും എന്തായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും. കാരണം നമ്മളൊരു ഡിഗ്രി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോബ്, ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗവൺമെന്റ് ജോബിൽ കയറി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടുന്ന് ഉയർന്നു പോകാനുള്ള സാധ്യതകൾ പൊതുവെ കുറച്ച് കുറയും. പക്ഷേ എന്നാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലാറ്ററൽ എൻട്രി എഴുതിയിട്ട് നമുക്ക് ബിടെക്കിന് സെക്കൻഡ് ഇയറിലോട്ട് നേരിട്ട് പ്രവേശിക്കാം, എന്നിട്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ പഠിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫ് യു ആർ റിയലി നോട്ട് ഷുവർ അബൌട്ട് ഒരു +1 +2 ലെവൽ സയൻസ് ഒരു എൻട്രൻസ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ അത്ര ഷുവർ അല്ല. പക്ഷേ എനിക്ക് നല്ല ഹാൻഡ്സ് ഓൺ സ്കിൽ ഉണ്ട്, എനിക്ക് ഉറപ്പായിട്ടും കുറച്ച് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സാധനങ്ങളൊക്കെ അടിപൊളി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആളുകൾക്ക് പോളി ഡിപ്ലോമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് പിന്നീട് അവർക്ക് ഹയർ സ്റ്റഡീസിനെ കുറിച്ചും മറ്റൊക്കെ അവർ ആലോചിക്കേണ്ടതുണ്ട്. അവർ ലിമിറ്റ് ചെയ്യരുത്, അവരുടെ ഗ്രോത്തിന് ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അതിൽ പറയുന്നത്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപാട് കമന്റുകൾ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏരിയകളാണ് AI, റോബോട്ടിക്സ്, ഇത്തരം മേഖലയിലേക്കൊക്കെ ഏത് സ്ട്രീം എടുത്ത് പോകണം? സയൻസിൽ തന്നെ മാത്തമാറ്റിക്സ് ഇല്ലാതെ, മാത്സ് അത്ര ഉഷാറൊന്നുമല്ല, പക്ഷെ എന്നാലും AI പഠിക്കണം, എന്നാലും റോബോട്ടിക്സ് ഫീൽഡിലേക്ക് എത്തണം എന്നൊക്കെ പറയുന്ന കുട്ടികൾ, അവർക്ക് എന്താണ് ഒരു ഉത്തരം പറയാനുള്ളത്? ഇത് 1-2 എക്സാമ്പിൾസും എനിക്ക് തന്നെ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. 1-2 കുട്ടികൾ വന്ന് അവർക്ക് AI പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഞാൻ ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായത് അവർ കൊമേഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ AI ആവട്ടെ, റോബോട്ടിക്സ് ആവട്ടെ, അത്തരത്തിലുള്ള സ്റ്റെം ഫീൽഡുകളിലേക്കൊക്കെ നമ്മൾ സയൻസ് തിരഞ്ഞെടുക്കണം എന്ന് മാത്രമല്ല, അതിൽ മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന AI ടൂൾസിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ആ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ +1 +2 നിർബന്ധമായിട്ടും സയൻസ് ആണ് എടുക്കേണ്ടത്. അതിൽ മാത്തമാറ്റിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക തന്നെ വേണം. ആൻഡ് ഓൾസോ ഫ്യൂച്ചറിൽ ഇത്തരം കോഴ്സുകളിലേക്ക് പോകുമ്പോഴും ഒരു നല്ല നമ്പർ ഓഫ് മാത്തമാറ്റിക്സ് കോഴ്സുകൾ എന്ത് ചെയ്യാനുണ്ടാകും? കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സിനോട് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യാൻ കഴിയില്ല? AI റോബോട്ടിക്സിലേക്കോ അത്തരത്തിലുള്ള സ്റ്റെം ഫീൽഡുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. യെസ്. തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് വിളിച്ചിരുന്നു. അപ്പോൾ അവർ മകൻ ഫുൾ A+ പ്രിപ്പയർ ചെയ്യുന്ന, ഫുൾ A+ വാങ്ങാൻ യോഗ്യനായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ ടേം എക്സാമുകളിലൊക്കെ ഫുൾ A+ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് പാരന്റ് പറയുന്നത് VHSE ചൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. +2 പാരന്റൊക്കെ VHSE പഠിച്ചിട്ടുള്ള, VHSE കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. VHSE പഠിച്ചാൽ ജോലി പെട്ടെന്ന് കിട്ടും, സാധാ +2 SSC പഠിക്കുന്നതിനേക്കാൾ VHSE ആണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ഉത്തരമായിട്ട്? ഇത് ഈ പറഞ്ഞതുപോലെ VHSE എന്നുള്ളത് നേരത്തെ പോളിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു വൊക്കേഷണൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ മേ ബി ഈ പറഞ്ഞ സയൻസും മാത്സും പഠിക്കുന്നതിന് കൂടെ ഒരു വൊക്കേഷണൽ സ്കില്ല് കൂടി ഇവർ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രോബബിളി ഒരു കാലത്ത്, ഞാൻ പറയുന്നത് വീണ്ടും, നമ്മുടെ ഗ്രോത്ത് അവിടെയും ലിമിറ്റഡ് ആവും എന്നുള്ളതാണ്. നമ്മൾ അതിനെ മാത്രം ആശ്രയിച്ചാൽ നമ്മുടെ ഗ്രോത്ത് ലിമിറ്റഡ് ആവും. ഒരു VHSE കഴിഞ്ഞ ആൾക്ക് പ്രോബ്ലി JEO അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതി അങ്ങനെ പോയിക്കൂടെ, അങ്ങനെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും അവർക്കുണ്ട്. അതിലെന്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ജനറലി VHSEയിൽ എത്തുന്ന ഒരു കുട്ടികളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലല്ല കുട്ടികൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ജനറലി കോമ്പറ്റീറ്റീവ്നെസ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുക, ഇതായിരിക്കും നമ്മുടെ എപ്പോഴുള്ള ലക്ഷ്യം. ഒരു ബിയോണ്ട് 12th നമ്മൾ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണം. കാരണം നമ്മുടെ സ്കൂൾസിൻ്റെ ഒക്കെ ക്വാളിറ്റി എത്രത്തോളം ലിമിറ്റഡാണ് നമുക്കറിയാം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ VHSE എന്നുള്ളത് മാത്രമായിട്ട് പരിമിതപ്പെടരുത് എന്നുള്ളൂ. VHSE എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, VHSE മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടരുത്. അതിന് ബിയോണ്ട് നമ്മൾ ചിന്തിക്കാനും അതിന് ബിയോണ്ട് നമ്മൾ പോകാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ VHSE ഒരു സ്കില്ല് കൊണ്ട് മാത്രം ഇന്ന് സർവൈവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഹാൻഡ്സ് ഓൺ സ്കില്ലൊക്കെ ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം VHSE എന്നുള്ളത് ഒരു എക്സൈറ്റിംഗ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ അവിടെ ലിമിറ്റഡ് ആവാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം. യെസ്. ഇനി മറ്റൊന്നുള്ളത്, ഇപ്പോൾ ബയോളജിയും മാത്സും ഒരുപോലെ ഉഷാറായിട്ടുള്ള കുട്ടി, ആൾക്ക് സയൻസ് എടുത്തുകൊണ്ട് മെഡിസിൻ ടാർഗറ്റ് ചെയ്യണോ അതോ എഞ്ചിനീയറിംഗിലേക്ക് പോകണോ? കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. ഈ പറയുന്ന സയൻസിൽ മാത്തമാറ്റിക്സും ബയോളജി ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 4 വേണമെങ്കിലും എടുക്കാം. നമ്മൾ എപ്പോഴും പറയാറുള്ളത് JEE ആണ് ഫോക്കസ് എന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുക്കുക, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്നാണ് പറയാറുള്ളത്. നീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ കൂടെ ബയോളജി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ PCMB 4 പഠിക്കണമെന്ന് നിർബന്ധമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീറ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കാവുന്ന ഓപ്ഷനാണ് ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. IIT എക്സാമിനും 4 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് JEE എഴുതാം. സോ ബേസിക്കലി PCMB പഠിക്കുകയും 4 സബ്ജക്റ്റ് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ എൻട്രൻസ് എക്സാമുകളും എന്താകും? ആ കുട്ടിയുടെ മുന്നിൽ ഓപ്പൺ ആകും എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് ബയോളജി താല്പര്യമില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? അൺനെസസറി ആയിട്ട് ഈ ഒരു റിസ്ക് എടുക്കരുത്. കാരണം ബയോളജി വലിയൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പിന്നെ അത് എന്തായിട്ട് മാറും? ഒരു ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പോകണോ, ട്യൂഷൻ മാത്രമായിട്ട് ഓഫ്ലൈൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്യണോ, അതല്ല ഒരു ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കണോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാം മാത്രം ആസ്പയർ ചെയ്യുന്ന കുട്ടി, ബോർഡ് എക്സാം മാത്രം ഫോക്കസ് കൊടുക്കുന്നില്ല, അവൻ എന്താണ്, ഏത് കോച്ചിങ് മെത്തഡാണ് ചൂസ് ചെയ്യാൻ നല്ലത്? ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് ഓൺലൈൻ റിസോഴ്സുകൾ വന്നു. ഒരുപാട് ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എൻട്രൻസ് എക്സാമിന് +1 +2 കൂടെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് മെയിൻലി നമ്മൾ പറയാറുള്ളത് 4 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ട് ഒരു ക്യാമ്പസിൽ പോയിട്ട് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ട്യൂഷൻസ് അല്ലെങ്കിൽ കോച്ചിങ് സെലക്ട് ചെയ്യാം. ഓൾസോ നാലാമതായിട്ട് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്കൂൾ പ്രോഗ്രാംസ് NIOS അല്ലെങ്കിൽ സ്കോൾ കേരള പോലുള്ള പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് ഒരു നല്ല ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഏത് എൻട്രൻസ് എക്സാമിന് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഏറ്റവും നല്ലത്. അതിലൊന്ന് പ്രോബബ്ലി ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ആവും. രണ്ടാമത്തത് നമ്മൾ ഒരു ഓൺലൈൻ ഓപ്പൺ ഓർ റെഗുലർ സ്കൂളിംഗ് ഒക്കെ ചൂസ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഓരോ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. പിന്നെ ഓൾസോ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് വിത്ത് ഹോസ്റ്റൽ ഫൈനാൻഷ്യലി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പം കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ഓപ്പൺ സ്കൂളിംഗ് തിരഞ്ഞെടുത്ത് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് നല്ലൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാലും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ല ഫുള്ളി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹോസ്റ്റലിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചാലും നല്ല റിസൾട്ട്. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന് നിങ്ങളുടെ ഫൈനാൻഷ്യൽസ് പരിഗണിക്കണം. ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈസിലി ഒരു 5 lakhs എങ്കിലും നിങ്ങൾ മോർ ദാൻ 5 lakhs 6 lakhs നിങ്ങൾ 2 years സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. രണ്ടാമത്തത്, ഞാൻ എപ്പോഴും ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിനേക്കാളും ഇന്നത്തെ കാലത്ത് ഒരു ഓൺലൈൻ പ്രോഗ്രാമിനാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പഠിക്കാൻ കിട്ടും എന്നുള്ളതാണ്. സോ ദാറ്റ് വേ യു പ്രിഫർ ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ളതാണ് ഞാൻ ജനറലി പറയാറ്. കുട്ടികളുടെ അവരുടെ ഒരു സ്പീഡ് അനുസരിച്ച് പഠിക്കാം. പിന്നെ ഇപ്പോൾ മനസ്സിലാവാത്ത ക്ലാസ്സുകൾ എക്സ്ട്രാ റിസോഴ്സുകൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഓൺലൈനിൽ ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നുള്ളൊരു അതും ചലഞ്ച്. അപ്പോൾ ഇത് ഒരു കുട്ടിയുടെ നേച്ചറും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഒരു രസകരമായുള്ള ചോദ്യം ചോദിക്കാം. ഒരു കുട്ടി ചോദിച്ചാണ്, ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മറ്റേതൊക്കെ ജോലികളാണ് ഉള്ളത്? ഡോക്ടറും എഞ്ചിനീയർ ആയാൽ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന യാതൊരു ഉറപ്പില്ല. ഓക്കെ, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാൻ ബേസിക്കലി നമുക്ക് വേണ്ടത് നമുക്ക് നല്ലൊരു സ്കിൽ സെറ്റാണ് വേണ്ടത്. നമ്മുടെ സ്കിൽ സെറ്റ് വളരെ റെയർ ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ള സ്കിൽ സെറ്റ് വേണം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പഠിക്കാവട്ടെ, അതിന് ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഡിസൈൻ ആവട്ടെ, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഏറ്റവും ബെസ്റ്റ് സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. നമുക്ക് പുതിയ സ്കിൽ സെറ്റ് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അത് മുതലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏത് മേഖലയിലും ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ശമ്പളം വാങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു എൻട്രൻസ് കോച്ചിന് എടുത്ത് നോക്കിയാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടാവും. ഡോക്ടേഴ്സിൽ ഒരു 40,000 രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ടാവും. എന്നാൽ ഒരു ദിവസം 40,000 50,000 രൂപ ഒരു സർജറിക്ക് അല്ലെങ്കിൽ 1,00,000-ലധികം ഒരു സർജറിക്ക് വാങ്ങുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സിൽ തന്നെ 5,000 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ CEOs ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ശമ്പളം വാങ്ങുക എന്നുള്ളതിന് നമ്മുടെ ഒരു ഡിഗ്രി എന്നുള്ളതിനപ്പുറം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്കും നമുക്കുള്ള ഒരു എക്സ്പോഷറും ഒക്കെയാണ് പ്രധാനം. നമ്മുടെ ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഇത്തരം ഏത് സന്ദർഭത്തിലും നമുക്ക് എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. ശമ്പളം മാത്രം കണ്ടുകൊണ്ട് ആരും ഡോക്ടറും എഞ്ചിനീയർ ആവാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത്. യെസ്. ഇനി മറ്റൊരു ചോദ്യമായിട്ടുള്ളത്, സ്റ്റേറ്റ് സിലബസിൽ ഒരു കുട്ടി ചോദിക്കുകയാണ്. ആൾ കുറച്ച് ആവലാതികളോട് ചോദിക്കുകയാണ്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചത് കാരണത്താൽ എനിക്ക് JEE-ലോ അല്ലെങ്കിൽ നീറ്റിലൊന്നും അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസ് പറയുന്നത്. CBSE-യിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് അവർക്കുണ്ട്. CBSE-യിലൊക്കെ ചെറിയ ക്ലാസ് മുതൽ MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റ് സിലബസ് പഠിച്ചത് കാരണത്താൽ ഇത്തരം കോമ്പറ്റീവ് എക്സാംസിൽ പെർഫോം ചെയ്യാൻ കഴിയാതിരിക്കുമോ? അതായത് ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, CBSE-യിൽ പഠിച്ച ആളുകൾക്ക് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് 11th 12th മാത്രം CBSE പഠിക്കുന്ന ആളുകൾക്കല്ല, ഒരു ആദ്യം മുതലേ CBSE-യിൽ പഠിച്ചു വന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് കരുതി സ്റ്റേറ്റ് സിലബസ് ഉള്ള ആളുകൾക്ക് അപ്രാപ്യമാണോ ഇത്? ഒരിക്കലല്ല. ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണ്. ഷെഫീർ സാർ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആൾക്കാരാണ്. ഞങ്ങളൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളുകളാണ്. ഇപ്പം 11th 12th നിങ്ങൾ CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ഒരേ ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത്, എസ്പെഷ്യലി മുമ്പുള്ള പോലെയല്ല, ഇന്ന് ലേണിംഗ് എന്നുള്ളത് വളരെ ഡെമോക്രേറ്റൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഒരാൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഓൺലൈനായിട്ട്
ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്. റൈറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ ജെമിനിയും ചാറ്റ് ജിപിടിക്കൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് മാറാൻ സാധിക്കും. ബട്ട് CBSEക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് എന്താണ്? നിങ്ങൾക്ക് CBSE സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എൻട്രൻസ് എക്സാംസ് ഒക്കെ നടക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് സിലബസോ ഇപ്പോൾ നമ്മളൊരു സയൻസ് ബുക്കുകൾ നമ്മൾ സയൻസും മാത്സും എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? സ്റ്റേറ്റ് സിലബസിനും CBSE ബുക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് 11th 12th കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വിവേചനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് താഴെയുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റേറ്റ് സിലബസിനാണ് പഠിക്കുന്നതെങ്കിൽ XY പോലൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ചൂസ് ചെയ്യുക, സോ ദാറ്റ് യു ആർ അപ് ടു ഡേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് CBSE പഠിക്കാത്തവരെ നിങ്ങൾക്ക് അതിൽ അപ് ടു ഡേറ്റ് ആവാൻ സാധിക്കും. ഈ 11th 12th ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കോച്ചിങ്ങിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിങ്ങളൊരു ഈ പറഞ്ഞ ഓൺലൈനോ ഇൻറ്റഗ്രേറ്റഡോ പ്രോഗ്രാം ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അതിലൊക്കെ ആഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ 10th ക്ലാസ് വരെ പ്രധാനമായിട്ടും ഡിഫറൻസ് വരുന്നത് മാത്തമാറ്റിക്സിലാണ്. മാത്തമാറ്റിക്സിലുള്ള ഒരു പ്രാക്ടീസും എക്സാമിൻ്റെ ലെവലുമാണ് ഒരു 10th വരെ സ്റ്റേറ്റ് CBSE ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ കൂടെ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞ് +1 +2ലേക്ക് എൻ്റർ ചെയ്യുന്ന കുട്ടികൾ റെഡി ആവണം. കാരണം നമുക്ക് JEE ആയാലും നീറ്റ് ആയാലും ഒക്കെ മാത്തമാറ്റിക്സിൽ ഒരു സ്പീഡും ആക്യുറസിയും സ്കിൽസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അത് മേ ബി വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ നേരത്തെ 10th തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ MCQs ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മേക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അതായത് 10th ക്ലാസ് വരെ ഇപ്പോൾ ശാസ്ത്രമേള, കലാമേള, ക്വിസിങ്ങിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. പക്ഷേ പാരൻസ് ഒക്കെ പറയുന്നത് ഇനി +1 പോയി കഴിഞ്ഞാൽ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ആക്റ്റീവ് ആവാൻ കഴിയില്ല, കുറച്ചുകൂടെ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആൾ കുറച്ച് സങ്കടത്തിലാണ്. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് എന്താ കൊടുക്കാനുള്ളത്? അതിൽ ഇപ്പോൾ നമുക്കറിയാം 10th ക്ലാസ് കഴിഞ്ഞ് +1 +2 നീറ്റിന് സീരിയസ് ആയിട്ട് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളെക്കാൾ അധികം സമയം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സ്കൂൾ എക്സാമിന് ചെയ്യുന്ന പോലെ കുറച്ച് പഠിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ കഴിയില്ല, നല്ല റിസൾട്ടിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. സോ തീർച്ചയായിട്ടും +1 +2 ഒരു സീരിയസ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കിട്ടുന്ന സമയം വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ ഒരു പ്രയോറിറ്റികൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ച് അത് സെറ്റ് ചെയ്യുക. നീറ്റാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നീറ്റിന് മാക്സിമം സമയം കൊടുക്കുക. ഇനി അതല്ല +1 +2 ഒരു സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നീറ്റിൻ്റെ റിസൾട്ടുകളുടെ ചാൻസ് എന്ത് ചെയ്യാണ്, കുറയാണ്. അപ്പോൾ ആ പ്രയോറിറ്റി നിശ്ചയിച്ച് അതിന് മുന്നോട്ട് പോവുക. പിന്നെ ഏത് കോളേജ് ആണെന്നുണ്ടെങ്കിലും, എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഭാവിയിൽ കിട്ടും. മെഡിക്കൽ കോളേജുകളാണെങ്കിലും കിട്ടും, മേ ബി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ തിരക്കായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഭാവിയിൽ കോളേജുകളിൽ അവസരം കിട്ടും. അപ്പോൾ ആ ഹോബീസൊക്കെ നമുക്ക് വീണ്ടും പെർസ്യൂ ചെയ്യാം, അതിനുള്ള സമയമൊക്കെ ഭാവിയിൽ ഉണ്ടാകും. പക്ഷേ +1 +2 നമ്മുടെ ഒരു പ്രയോറിറ്റി എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം. ഇനി വേറൊരു കുട്ടി, ഒരു പാരന്റും ഒരുമിച്ച് നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ്. കുട്ടിക്ക് എന്താ വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ, ശാസ്ത്ര വിഷയങ്ങൾ, സയൻസ് സബ്ജക്ട്സ് ഒന്നും അത്ര താല്പര്യമില്ല. പക്ഷെ മാത്സ് അത്യാവശ്യം ഉഷാറാണ്. മാത്സിലെ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകണം എന്നാണ് അവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സിൽ എന്താണ് ഒരു കരിയർ സ്കോപ്പ് ആയിട്ടുള്ളത്? ഇപ്പോൾ CA എന്ന് പറയുന്ന പ്രൊഫഷൻ ഉണ്ട്, പക്ഷെ അത് കുറേ സമയം എടുക്കും, കുറച്ച് ടഫാണ് എക്സാം ക്രാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ എല്ലാവരും സയൻസ് ടഫാണ് അതുകൊണ്ട് കൊമേഴ്സിൽ പോവാം. കൊമേഴ്സിൽ ജനറലി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് BCom അല്ലെങ്കിൽ BA എക്കണോമിക്സ് അല്ലെങ്കിൽ BBA ഇത്തരത്തിലുള്ള കോഴ്സുകളിലോട്ട് പോകാം. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ പ്രോഗ്രാംസ് നമുക്ക് ചൂസ് ചെയ്യാം. CA, CMA, ACCA ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജനറലി ഇന്ത്യൻ CA പ്രോഗ്രാം എന്നുള്ളത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു 3 ലെവലായിട്ടുള്ള അത്യാവശ്യം ഹാർഡായിട്ടുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്യേണ്ട ഒന്നാണ് ഇന്ത്യൻ CA ഫീൽഡ് എന്നുള്ളത്. വളരെ കുറച്ച് ആളുകൾ മാത്രമായിട്ടാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, പാസ്സായി വരുന്നത്. അപ്പോൾ ആളുകൾ എളുപ്പമായിട്ട് നോക്കുന്നത് ആണെങ്കിൽ ഇനി ACCA എടുക്കാം, UK ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ CMA US എടുക്കാം. അപ്പോൾ അത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും എടുത്തിട്ടും കാര്യമില്ല. അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, എന്താവട്ടെ, നമ്മൾ ചാലഞ്ചിങ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലൈഫിൽ നമുക്ക് വാല്യൂ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ കൊമേഴ്സിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എസ്പെഷ്യലി ഇന്ത്യൻ CA വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ കുറച്ച് ആളുകൾ അത് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒപ്പിനൊക്കെ നല്ല വിലയുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നല്ല വാല്യൂ ഉള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടായി വരുന്നുണ്ട്. ഒരു കമ്പനി സെക്രട്ടറി ആവുക, CS എടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ഫീൽഡാണ്. അതേപോലെ നിങ്ങൾക്ക് നേവി ഒരു CFA, ഒരു ഗ്ലോബൽ ലെവൽ പ്രോഗ്രാംസ് ഒക്കെ പേഴ്സ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ CUET എക്സാം എഴുതി കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് 11th 12th പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കൊമേഴ്സ് ഡിഗ്രി, ഒരു BCom ഹോണേഴ്സ് അല്ലെങ്കിൽ ഒരു BA എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു BBA ഇതിനൊക്കെ പോവുക. ഇപ്പോൾ വന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾക്കൊരു കൊമേഴ്സ് ചെയ്യേണ്ട ഒരു ബിസിനസ് ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ IP MAT എന്ന് പറയുന്ന ഡിഫറെൻറ്റ് IIMs നടത്തുന്ന എക്സാം ഉണ്ട്. ഈ IP
ധൈര്യമായിട്ട് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് IIM റോപ്പാർ, IIM ഇൻഡോറിലൊക്കെ കോഴ്സസ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ IIM കോഴിക്കോടിലും ഒരു ബാച്ചിലർ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതിനും ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. എളുപ്പമാണ് എന്ന് വിചാരിച്ചല്ല പോകേണ്ടത്. വീണ്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൊമേഴ്സിനെ പോലെ തന്നെ ഹ്യൂമാനിറ്റീസിന്റെ കേസ് എടുക്കുമ്പോൾ ഹ്യൂമാനിറ്റീസ് ഒരു വില കുറഞ്ഞ കോഴ്സാണ്, അത്ര ഒരു വാല്യൂ ആരും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെയാണ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ അതിൽ പൊളിറ്റിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് കേൾക്കുന്നത്. ശരിക്കും ഇതിന്റെ സ്കോപ്പ് എന്താണ്? ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ സിവിൽ സർവീസ് ഫീൽഡിലേക്കാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ നല്ലൊരു സ്ട്രീം ആയിട്ടുള്ളത്? ഇത് രണ്ട് ചോദ്യങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന്, ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്. ഹ്യൂമാനിറ്റീസ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സയൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസിൽ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൊമേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും ഹ്യൂമാനിറ്റീസിൽ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത്, ലോകത്തുള്ള 90% ആളുകളും അവരെടുത്ത ഡിഗ്രിക്ക് അനുസരിച്ചുള്ള പ്രോഗ്രാംസിലല്ല വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ഡിഗ്രി എടുത്തു എന്നുള്ളതിന് ബേസിസ് ആയിട്ടില്ല നിങ്ങളുടെ എംപ്ലോയബിലിറ്റി തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകത്ത് ഒരുപാട് ജോബ്സ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ഈവൻ കോണ്ടന്റ് റൈറ്റിംഗ്, ലോ എന്ന് തുടങ്ങിയ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇതിൽ ഏതിലോട്ടും നമുക്ക് ഏത് കോഴ്സ് എടുത്താലും നമുക്ക് അതിലൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മളൊരു സ്കില്ല് വളർത്തിയെടുത്താൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നല്ലൊരു വായനാശീലമുള്ള, ലോകത്തുള്ള ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ താല്പര്യപൂർവ്വം കാണുന്ന, അതിനെ അപഗ്രഥിക്കാൻ, അതിനെ ഒരു ക്രിട്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് അവർക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ CUET വീണ്ടും നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. നല്ല യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിബറൽ ആർട്സ് ഫീൽഡുകളിലോട്ട് പോകാവുന്നതാണ്. ഇന്ന് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ അശോക അല്ലെങ്കിൽ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി പോലെയുള്ള ലിബറൽ ആർട്സിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാട് വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലിബറൽ ആർട്സ് എന്നുള്ളത് ആസ് സച്ച് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു, എയുടെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ വേണ്ടത്. പക്ഷേ ലിബറൽ ആർട്സിലും എയുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ സിരി അല്ലെങ്കിൽ അലക്സക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ കൂടെ വർക്ക് ചെയ്യണം. ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ സയൻസിന് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് പോകുന്ന ആളുകളെ, ഇഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ വിൽ ഫൈൻഡ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. എന്ന് മാത്രമല്ല, ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അക്കാഡമിക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസിൽ വളരെയധികം കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫണ്ടഡ് ആയിട്ടുള്ള PhDs കിട്ടാനും, നിങ്ങൾക്ക് ഈവൻ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകാനും, അവിടെ നിങ്ങൾക്ക് പഠിക്കാനും റിസർച്ച് ചെയ്യാനും ഈവൻ ജോലി ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ളതിനപ്പുറം അവിടെ അത് ലിമിറ്റഡ് ആണ്. പക്ഷേ അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് IAS കോച്ചിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ എൻ്റെ തന്നെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ദിലീപ് K. കൈനിക്കര IIT മദ്രാസിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് പിന്നെ ഓൾ ഇന്ത്യ റാങ്ക് 21ാമത്തെ റാങ്ക് വാങ്ങിയിട്ടാണ് സിവിൽ സർവീസ് എക്സാം പാസ്സാവുന്നത്. അപ്പോൾ ഈ ഒരു IAS എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസ് എടുക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ പറയാറുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +2 ബേസ് ചെയ്തിട്ട് നടക്കുന്ന എക്സാം അല്ല സിവിൽ സർവീസ് എക്സാം. ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ അത് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പറയുന്ന ഹിസ്റ്ററിയും ജിയോഗ്രഫി അല്ലാതെ തന്നെ ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. എസ്പെഷ്യലി ഫസ്റ്റ് റൗണ്ടിൽ ഒരു മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ പേപ്പറും അതിന് മിനിമം 33% മാർക്ക്. അതെ, CSAT ക്വാളിഫൈ ചെയ്താലേ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് എന്ത് ചെയ്യുള്ളൂ, പോവുകയുള്ളൂ. അപ്പം സിവിൽ സർവീസ് എക്സാമിന് നമ്മൾ ഹ്യൂമാനിറ്റീസ് തന്നെ എടുക്കണം എന്നുള്ള ഒരു ആവശ്യമേ ഇല്ല. നമുക്ക് ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ NITians ആണ്, IITians ആണ്, CUET സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പഠിച്ചിറങ്ങിയ ആളുകളുണ്ട്, ഈവൻ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെ കാണാം. അപ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്കില്ല്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമാനിറ്റീസിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് എക്സ്ട്രാ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് ആസ്പിറൻസ് ആദ്യം പഠിച്ചു തുടങ്ങുക 6th 7th NCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടാണ് തുടങ്ങുക. അപ്പം ഹ്യൂമാനിറ്റീസ് ഒന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം, അതിനേക്കാൾ ബേസ് മുതലേ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചൊരു കണക്കുണ്ടായിരുന്നു വിവരാവകാശ നിയമപ്രകാരം. അതായത് ഒരു 2020s ആ ഒരു സമയത്ത് വന്ന സിവിൽ സർവൻസിൽ എത്ര ആളുകൾ, അതിൽ 67% എഞ്ചിനീയേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ കണക്കുകൾ പറയുന്നത് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ CSAT പരീക്ഷ ഒരു കാലത്ത് എഞ്ചിനീയറിംഗിൻ്റെ എന്താ പറയുക
CSAT പരീക്ഷയുടെ മാർക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പരിഗണിച്ചു, ഇന്ന് പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു മാത്തമാറ്റിക്സിൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള മാത്തമാറ്റിക്സ് പഠിച്ച ഒരാൾക്ക് ഈ ഒരു പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇതിൽ ഏറ്റവും സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നല്ലൊരു സ്റ്റഡി സർക്കിളിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സിവിൽ സർവീസിനുള്ള ആളുകളുടെ എണ്ണം കൂടുന്നത്, IITs നിന്ന് ആളുകളുടെ എണ്ണം കൂടുന്നത്. നല്ലൊരു പിയർ ഗ്രൂപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സിവിൽ സർവീസിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ നല്ലൊരു പിയർ ഗ്രൂപ്പിൽ എത്താൻ ശ്രമിക്കുക. രണ്ട്, സിവിൽ സർവീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് എന്നുള്ളത് ഏറ്റവും ഒരു എൻട്രി ബാരിയർ കൂടുതലുള്ളൊരു എക്സാമാണ്. അതായത് ഒരു 5-6 ലക്ഷം ആളുകൾ എഴുതിയിട്ട് ഒരു 700-800 ആളുകളെയാണ് ഓരോ വർഷവും ചൂസ് ചെയ്യുന്നത്. ഈസ് ആക്ച്വലി ലെസ് താൻ ഈ പറഞ്ഞ നീറ്റിനേക്കാളും JEEക്കാളും ഒക്കെ. അപ്പോൾ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ പ്രധാനമാണ്. കാരണം ഈ നമ്മൾ ജയിച്ച ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ, തോറ്റു പോകുന്ന 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ അപ്പുറത്തുണ്ട്. അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക, അവർക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുക. സോ ദാറ്റ് അവർക്ക് ഇനി എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പോകാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. ഇതിൽ ഇപ്പോൾ 10th കഴിയുന്ന കുട്ടികളോട് പറയാനുള്ളത്, സിവിൽ സർവീസ് ഒക്കെ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുക. കാരണം നിർബന്ധമായിട്ടും CSAT ആവശ്യമാണ്. ആൻഡ് ഓൾസോ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ത് ചെയ്യുക, +2ൻ്റെ കൂടെ തന്നെ എഴുതുക. കാരണം അതിനേക്കാൾ സെലക്ഷൻ പെർസെൻറ്റേജ് കുറവുള്ള എക്സാമാണ് സിവിൽ സർവീസ് എന്ന് മനസ്സിലാക്കുക, JEEയേക്കാൾ നീറ്റിനേക്കാളൊക്കെ. അപ്പോൾ ആ പ്രിപ്പറേഷനൊക്കെ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ഭാവിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ മാസം UAE പോയ സമയത്ത് ഒരുപാട് പ്രവാസി രക്ഷിതാക്കൾക്കുള്ള ഒരു കൺസേൺ 10ാം ക്ലാസ് കഴിഞ്ഞ് മക്കളെ ഇനി നാട്ടിൽ പഠിപ്പിക്കണോ അതോ അവിടെ തന്നെ പഠിപ്പിക്കണോ എന്നുള്ളതാണ്. +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ, അവർക്ക് +2 കഴിഞ്ഞ് ചില രക്ഷിതാക്കൾക്ക് ഗൾഫിൽ തന്നെ അല്ലെങ്കിൽ അബ്രോഡ് തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ശരിക്കും പ്രവാസി രക്ഷിതാക്കൾക്ക് ഒരു ഗൈഡൻസ് എന്താ കൊടുക്കാനുള്ളത്? 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയാണ് അവർക്ക് പഠിക്കാൻ നല്ലത്? പ്രവാസി രക്ഷിതാക്കൾ നാട്ടിലേക്ക് കുട്ടികളെ അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് നാട്ടിൽ കിട്ടും, കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആണെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പം ഇപ്പോൾ ഒരു JEE ഒക്കെ ആസ്പയർ ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം ഞാൻ നീറ്റിൻ്റെ പറയാം. നീറ്റൊക്കെ ആസ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് വന്ന് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് കേരളത്തിലുള്ള കുട്ടികളുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ നീറ്റിന് ചിലപ്പോൾ ഒന്നുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ JEEയിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സെപ്ഷൻ അതിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു കുട്ടി JEE എക്സാം എഴുതി ജോസ കൗൺസിലിംഗ് വഴിയാണ് അഡ്മിഷൻ നേടുക. അപ്പോൾ അത് അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. ഒരു 99 or 98% ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക. എന്നാൽ ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, +1 +2 ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി പാരന്റ് ഗൾഫിൽ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദാസ അല്ലെങ്കിൽ CIWG സ്കീമൊക്കെ വഴി എന്ത് ചെയ്യും, NITകളിലും IIITകളിലും എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടും. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 30,000 ഓൾ ഇന്ത്യ റാങ്കിന് കിട്ടുന്ന ഒരു അഡ്മിഷൻ ഈ CIWG സ്കീമിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ 2-2.5 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ വരെ സീറ്റുകൾ കിട്ടും. NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ സൂറത്കലിൽ മറ്റേതെങ്കിലും ബ്രാഞ്ചൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ +1 +2 എന്ത് ചെയ്യണം, ഗൾഫിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി JEE അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യണം. ആ ലെവലിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ആ ലെവലിൽ കാലിബറുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, JEEക്ക് പഠിപ്പിക്കാം. JEE മെയിൻ ആണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി വെക്കുന്ന കുട്ടികൾക്ക് ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ മേ ബി XNY അടക്കം ഓൺലൈൻ JEE ബാച്ചുകളുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചാൽ +2ൻ്റെ കൂടെ തന്നെ നല്ലൊരു കോളേജ് അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ എനിക്ക് വേറൊരു ആസ്പെക്ട് ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എവിടേക്കാണ് പഠിക്കാൻ വിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിദേശത്തോട്ടാണ് നിങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് എന്നുണ്ടെങ്കിൽ പ്രോബ്ലി UAEയിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ ആയിരിക്കും അവർക്ക് ബെറ്റർ. കാരണം ഒരു ഇന്ത്യൻ സിലബസിനേക്കാളും അവർ മേ ബി ഒരു IGCSE IB അതാണ് അവരുടെ സിലബസ് എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പല രക്ഷിതാക്കളും എന്നോട് പറയാറുള്ളത്, അവർ നാട്ടിൽ വന്ന് ജീവിതമൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും ഇവിടെയുള്ള ഹോസ്റ്റലുകളിലോട്ട് കുട്ടികളെ വിദേശത്ത് നിന്ന് കയറ്റിയേക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിൽ വന്നിട്ടൊന്നും അവർ ജീവിതമൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത് ചിലപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്തേണ്ട ഗോളിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്, റൈറ്റ്? ഈ പറഞ്ഞതുപോലെ JEE അഡ്വാൻസ്ഡ് പോലത്തെ ഒരു സംഭവത്തിലോട്ട് നോക്കണം. അതിനൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ ദിസ് മൈറ്റ് ബി എ റൈറ്റ് ചോയ്സ്. എന്നാൽ നിങ്ങളൊരു NITയിലൊക്കെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നേരത്തെ ഷെഫീർ സാർ പറഞ്ഞത് റീഐട്രേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ദാസ സ്കീം നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ പഠിപ്പിക്കുക. കാരണം അതാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്. നീറ്റോ അല്ലെങ്കിൽ മറ്റ് എക്സാംസ് ഒക്കെ പരിഗണിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ GCC ടു ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കുള്ളൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾ ഇന്ത്യയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ സിസ്റ്റം കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ്. UAEയിൽ പോകുമ്പോൾ നമുക്കറിയാം കുട്ടികൾ അത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ടല്ല ചിന്തിക്കുന്നത്, കാരണം അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ ഇല്ല. പക്ഷേ നിങ്ങൾ ഇന്ത്യയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് നമ്മൾ എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആസ്പെക്റ്റിലൊക്കെയാണ് നമ്മൾ കുട്ടികളെ ഇന്ത്യയിലോട്ട് അയക്കേണ്ടത്. നമ്മളൊരു കുട്ടികളെ നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്, അത് വളരെ തെറ്റായൊരു ധാരണയാണ്.
സർ ഓൺലൈനായിട്ട് +1 +2 പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്? ഓപ്പൺ സ്കൂളിംഗ് പോലെ എന്തെങ്കിലും ഓപ്ഷൻസ്? ഉണ്ട്. അത് ആക്ച്വലി ജെഇ നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ആലോചിക്കാവുന്ന ഓപ്ഷൻസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ 2 സിസ്റ്റംസ് ആണ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് +1 +2 പഠിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്ന് NIOS ആണ്. CBSE തന്നെ കണ്ടക്ട് ചെയ്യുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അപ്പോൾ അതുവഴി നമുക്ക് കംപ്ലീറ്റ്ലി വീട്ടിലിരുന്നു കൊണ്ട് ഒക്കേഷണലായിട്ട് കുറച്ച് ക്ലാസ്സുകളും സ്റ്റഡി ക്ലാസ്സുകളും മറ്റു മാത്രം ഒരു സ്റ്റഡി സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, സ്കൂളിൽ പോയി അറ്റൻഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് NIOS എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ +2 കഴിഞ്ഞിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആക്ച്വലി എന്തായിരിക്കും? ഓപ്പൺ സ്കൂളിംഗ് കഴിഞ്ഞൊരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോഗ്രാമാണ് സ്കോൾ കേരള. കേരള ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന +1 +2 വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇത് ഓപ്പൺ സ്കൂളിംഗ് അല്ല, ഓപ്പൺ റെഗുലർ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മാസത്തിൽ 1-2 ദിവസം എന്ത് ചെയ്യണം? സ്കൂളിൽ പോയിട്ട് കോൺടാക്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ബാക്കി മുഴുവൻ നമ്മൾ വീട്ടിൽ തന്നെയാണ്. പക്ഷേ റെഗുലർ +1 +2 കുട്ടികളുടെ കൂടെ തന്നെ പഠിച്ച് അതേ എക്സാം എഴുതി അതേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് എന്ത് ചെയ്യാം? സ്കോൾ കേരളയിൽ നമ്മൾ പാസ്സാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാബ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി സ്കൂളിൽ പോകണം. ബാക്കി സമയമൊക്കെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു 90% ഓഫ് ദ ടൈമും ജെഇ അല്ലെങ്കിൽ നീറ്റിന് കൊടുക്കാൻ പറ്റുന്ന, ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്കോൾ കേരള ആൻഡ് ഓൾസോ NIOS ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇത് രണ്ടിനും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജെഇ എഴുതാം, നീറ്റ് എഴുതാം, ഒരു പ്രശ്നമില്ല. IITയിൽ ജോയിൻ ചെയ്യാം, NITയിൽ ജോയിൻ ചെയ്യാം. അതിനൊന്നും എന്തില്ല, വേറെ ഫോർമാലിറ്റീസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. രണ്ടും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കുട്ടികളുടെ ഡിസിഷൻ ആയിരിക്കണം. ആർക്കും നിർബന്ധിച്ചൊരു കുട്ടിയെ വീട്ടിലിരുത്താൻ കഴിയില്ല. പിന്നെ ഓൺലൈനായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാനൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഇനി 10ാം ക്ലാസ്സിൽ കഴിഞ്ഞൊരു കുട്ടി +1 പഠനം തുടങ്ങുമ്പോൾ തന്നെ ഏതൊക്കെ എൻട്രൻസ് എക്സാമുകൾ അവൻ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ എൻട്രൻസ് എക്സാമുകൾ അവൻ പ്ലാൻ ചെയ്ത് തുടങ്ങണം? ഒരു ലിസ്റ്റ് നമുക്ക് പറയാൻ കഴിയും? അതായത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഏതൊരു ജെഇ ഓർ നീറ്റ് എന്നുള്ളത് 2 നല്ല ഓപ്ഷൻസ് ആണ്. രണ്ടിനും കൂടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന് പകരം ഇതിലേതെങ്കിലും നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ട്രീം ചൂസ് ചെയ്യുക. നീറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് നീറ്റ് മെഡിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സസിനൊപ്പം നീറ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഫാർമസി എക്സാം, കേരള എൻട്രൻസിന്റെ ഭാഗമായിട്ടുള്ള ഫാർമസി എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഐസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ബയോളജിയും ചോദിക്കുന്ന എൻട്രൻസ് എക്സാം ആണുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പാത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഓപ്ഷൻസ് ആണിത്. അപ്പുറത്ത് നമ്മൾ ഒരു ജെഇ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജെഇ, പിന്നെ എഞ്ചിനീയറിംഗിൽ നമുക്ക് കീം, അതേപോലെ തന്നെ നമുക്ക് കുസാറ്റിന്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്സാറ്റ് അല്ലെങ്കിൽ VITയുടെ എക്സാംസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി എല്ലാവർക്കും എഴുതാവുന്ന ഒരു സയൻസ് സ്ട്രീമിലുള്ള ആളുകൾക്ക് എഴുതാവുന്ന മറ്റൊരു എക്സാമാണ് CUT, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാംസ് എഴുതാം. ഈ CUT എന്നുള്ളത് ഇനി ഹ്യൂമാനിറ്റീസ് ആവട്ടെ, അതേപോലെ തന്നെ കൊമേഴ്സ് ആവട്ടെ, ഈ ആളുകൾക്കൊക്കെ ഈ CUT എക്സാം അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രീമുകൾ സെലക്ട് ചെയ്ത് എഴുതാം. ഇനി ലോയിലോട്ട് പോവുകയാണെങ്കിൽ ക്ലാറ്റ് പോലത്തെ എക്സാംസ് ഉണ്ട്. ഇത്തരം എക്സാംസ് ക്ലാറ്റ്, ക്ലീ പോലത്തെ ലോ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു ഡിസൈൻ ഫീൽഡിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതാവട്ടെ, നിങ്ങൾക്ക് UCയുടെ എക്സാം, അതേപോലെ NID-DAT, UCയുടെ എന്നുള്ളത് IITകളിൽ BDS പ്രോഗ്രാമിനുള്ളതാണ്. NID-DAT, NIDകളിൽ BDS പ്രോഗ്രാമിനുള്ള ഇതിനുള്ള എക്സാംസ് എഴുതാം. മാനേജ്മെന്റ് രംഗത്തോട് നിങ്ങൾ പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ IPMAT എക്സാം, IIM ഇൻഡോർ, IIM റോപ്പാർ പോലുള്ള സ്ഥലങ്ങളിലോട്ടും, അതോടൊപ്പം ഇപ്പോൾ കാലിക്കറ്റ് IIM, കോഴിക്കോട് IIM തുടങ്ങിയിട്ടുള്ള ബാച്ചലർ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസിനുള്ള എക്സാമും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മളിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെ ആർക്കിടെക്ചറിന്റെ നമുക്ക് നാറ്റ എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ജെഇ മെയിന് പേപ്പർ 2, ബി പ്ലാനിനും ബി ആർക്കിനും വേണ്ടിയിട്ട് ആ എക്സാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 5 എക്സാമുകളെങ്കിലും എഴുതാൻ ഒരു കുട്ടി പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടി വരിക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് എക്സാമുകൾ അജ്മൽ സാർ പറയുമ്പോൾ ഇഷ്ടംപോലെ എക്സാമുകൾ +2 കൂടെ ഉണ്ട്. അതിലൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഒരു 3-4 എക്സാമുകളും ഒരു ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ട് 2-3 എക്സാമും വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. തുടക്കം മുതൽ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ പ്ലാൻ ചെയ്യണം. ഒരു പാരന്റ് റീസെന്റ് വിളിച്ചു ചോദിച്ചത്, മോന് സയൻസിന് ചേർന്നു, 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല, മോന് സ്ട്രീം ചേഞ്ച് ചെയ്യാനുള്ള, സ്വിച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഇപ്പോൾ +1 അലോട്ട്മെന്റ് ഒക്കെ കിട്ടി വരുന്ന കുട്ടികൾക്ക് തുടക്കത്തിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെയാണ് അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട്
മേ ബി NIOS എപ്പോഴും ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. ഒരാൾക്ക് +1 പല കാരണങ്ങൾ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ പ്രശ്നം മാത്രമല്ല, ഇപ്പം ഹെൽത്ത് റീസൺസ് കൊണ്ട് 1 വർഷം 2 വർഷമൊക്കെ മുടങ്ങിപ്പോയി കഴിഞ്ഞാലടക്കം നമുക്ക് NIOSലൊക്കെ എന്ത് ചെയ്യാം, ഈവൻ സ്കോൾ കേരളയിലടക്കം സെക്കൻഡ് സ്ട്രീം സെലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. NIOSന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞു 2 വർഷത്തിന്റെ ഒരു മിനിമം ഗ്യാപ്പ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞ് പിന്നെ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള 5 സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതി പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബാക്കപ്പ് ഓപ്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു സ്കോൾ കേരള ഓപ്പൺ സ്കൂളിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എക്സാം വരെ ഒരുപാട് കുട്ടികൾ ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പല പാരൻസും ചോദിക്കുന്ന കേസാണ്, +1 +2 ഒക്കെ ഓൺലൈനായിട്ട് പഠിച്ചാൽ അത് പോസിബിൾ ആണോ? ഓൺലൈനായിട്ട് സ്ക്രീൻ ടൈം കൂടുതലല്ലേ, ഡിജിറ്റൽ ഡിസ്ട്രാക്ട് ആയി പോയില്ല എന്നുള്ളത്. എന്താണ് അതിനുള്ള ഉത്തരം? ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം പലരുടെ ഒരു തെറ്റിദ്ധാരണ ഓൺലൈനിൽ ഡിസ്ട്രാക്റ്റഡ് ആകും, ഓഫ്ലൈനിൽ പക്ഷെ അങ്ങനെയൊന്നും ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഇരുന്ന ആളുകൾക്കറിയാം, ഒരു 10 ബെഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ആ ബാക്കിലുള്ള 5 ബെഞ്ചും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഓൺലൈനിലുള്ളൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഡിസ്ട്രാക്ഷൻ നമ്മൾ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ വേറെ ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, അഫയേഴ്സ് ഉണ്ട്, പ്രണയ കേസുകൾ, ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. പഠിക്കുക എന്നുള്ളത് കുട്ടികൾ എടുക്കേണ്ട ഡിസിഷനാണ്, കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ഓൺലൈനിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം സ്വന്തം സ്പീഡിൽ ക്ലാസ്സുകൾ കാണാം. ഇനിയിപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ക്ലാസ് പ്രോബബ്ലി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. നേരെ കുറച്ച് നമ്മളൊരു ഹോസ്റ്റൽ പ്ലസ് ഓഫ്ലൈൻ ഒരു എൻവയോൺമെൻറ്റിൽ ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കും. മറ്റൊരുപാട് കുട്ടികളുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ചിലപ്പോൾ നമ്മൾ അഫക്റ്റ് ചെയ്തേക്കാം. പക്ഷേ എഗെയിൻ നല്ലൊരു പിയർ ഗ്രൂപ്പ് വേണം. ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും ഒരു 3-4 പേരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു നല്ല പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓൺലൈനിലും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് 2 മോഡാണെന്നുണ്ടെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് ഓൺലൈനിൽ മാത്രം വരുന്നൊരു പ്രശ്നമല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായിട്ട് 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കാവും നമ്മുടെ കുട്ടികൾ. ഏകദേശം 3 മാസമാണ് ഇനിയിപ്പോൾ ഫൈനൽ എക്സാമിനുള്ളത്. ഒരു അവസാനത്തെ ഒരു അഡ്വൈസ് എന്നുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് 10th എക്സാം. അതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് പ്രോബ്ലി ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു നെക്സ്റ്റ് സ്ട്രീം സെലക്ഷനിലോട്ട് പോവുകയാണ്. നമ്മൾ എക്സാമിനെ ഗൗരവമായി കാണുന്നതോട് കൂടി തന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ ഗൗരവമായി കാണണം എന്നുള്ളതാണ്. പല ആളുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ആലോചിച്ച് തുടങ്ങുക, കുറച്ചായിട്ട് ആലോചിക്കാം, ഇനി എക്സാം കഴിയട്ടെ. പക്ഷെ അപ്പോഴേക്കും നമുക്ക് പ്ലാനിങ്ങിനുള്ള ഒരുപാട് അവസരം നഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ ബെറ്റർ വി പ്ലാൻ ഏർലിയർ, ദ ബെറ്റർ വി ക്യാൻ ഡു ഗോയിങ് ഫോർവേഡ് എന്നുള്ളത് ലൈഫിലൊരു യാഥാർത്ഥ്യങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഗൗരവമായിട്ടുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഇനി ഡോക്ടർ ആവണോ, എഞ്ചിനീയറിംഗ് ആവണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനൊരു ചിന്തയിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഞാൻ പോകേണ്ട മേഖലകൾ എന്തെല്ലാമാണ്, എനിക്ക് എടുക്കാവുന്ന ഏരിയകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി എടുക്കണം. അത് നമ്മളൊന്ന് ഒരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ, പാരൻസുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കരിയർ രംഗത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന ആളുകളുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ഉണ്ടാക്കേണ്ട ഒന്നാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ള, ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പജ്മൽ സാർ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷവും കേരളത്തിലെ ഏറ്റവും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം ഇൻ്റർവ്യൂസും മറ്റും കാണുമ്പം അവരെല്ലാവരും 10ൽ തുടങ്ങിയ ആൾക്കാരല്ല, അതിനേക്കാൾ മുന്നേ നേരത്തെ തുടങ്ങിയ ആളുകളാണ് പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഏർലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 10ാം ക്ലാസ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ കേരളത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അടുത്ത 2 വർഷം എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞു, അഡ്മിഷൻ അടക്കം എടുത്ത ആളുകളാണ്. സോ നിങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ വരും ആഴ്ചകളിൽ ഉണ്ടാക്കുക. ഇപ്പോൾ സയൻസ് ബേസ്ഡ് ആയിട്ട്, എൻട്രൻസ് എക്സാം ബേസ്ഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തി അവരുടെ സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതി നല്ല സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ നേടാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ സയൻസ് അല്ല മറ്റ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്കൂളുകൾ കണ്ടെത്തുക, എവിടെ പോകണം എന്നുള്ളത് ആലോചിക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ +2 ഏറ്റവും നല്ല കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആവുന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കാം. ആ രൂപത്തിലുള്ള ഒരു പ്ലാനിങ് നേരത്തെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ആൻഡ് ഓൾസോ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു സയൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിലേക്ക് ഭാവിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതെപ്പോഴും നല്ലൊരു സ്കില്ലായിരിക്കും. ഓക്കെ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡ് 2 ആയിട്ട് ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് ഇറക്കാവുന്നതാണ്. നിരന്തരം നിങ്ങളുടെ പഠനത്തിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യുക. ഒറ്റ കാര്യം കൂടെ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് പാരൻസിനോട് ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ളത്, നമ്മുടെ XNY ലേണിംഗിന്റെ JEE ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയിട്ട് എൻ്റെ ആയിട്ടുണ്ട്. ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ബാച്ചുകളുണ്ട്. പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ മീറ്റപ്പുകളെല്ലാം കൂടെ ഉള്ള ഒരു ബ്ലെൻഡഡ് ബാച്ചും ഉണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻസ് എടുത്തു. ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളെ വെച്ചുകൊണ്ട് IITians ക്ലാസ്സുകൾ എടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്.
താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മുടെ അഡ്മിഷൻസ് ക്ലോസ് ആവാറായിട്ടുണ്ട്. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന മുഴുവൻ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എക്സാൻവൽ ലേണിംഗിൻ്റെയും നമ്മുടെ ചാനൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ കരിയർ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.